ഹലോ എവ്രി വൺ. അപ്പം നമ്മളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എന്ത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിങ്ങനെ എന്താ പറയുന്ന ഒരു മൂവിക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. പിന്നെ നമ്മന്നൊരു ഡേ ഇൻ മൈ ലൈഫ്. എന്തെന്തത് ഏത് ഇത് അല്ല ഇത് അത് വെള്ളം ഞാൻ ബ്രഷ് ചെയ്യാൻ പോയതാ. ആണോ? ഞങ്ങളിപ്പോൾ കുറച്ച് മുന്നേ എണീച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഉച്ചയായി. സമയം കുറച്ചധികമായി. നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് മൂവി ഡേ. ഓക്കെ. അപ്പം 12:30 അപ്പൊ നമ്മളിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കാണോ കഴിക്കുന്നത് അല്ലേ? എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഒരാള് ഫ്രൂട്ട്സും ചായ മതി ഇന്നലെ വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കും. ഇന്നലെ ഞങ്ങൾ ഓൾറെഡി ടൂണ വാങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി, അത് ഓൾറെഡി അവിടെ ബാക്കിയുണ്ട്. ചപ്പാത്തി നമുക്ക് അത് തന്നെ കഴിക്കാം അല്ലേ? അപ്പൊ അതും ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കത് പിന്നല്ലേ നമ്മളെ ലൈക്ക് നമുക്കത് ചെയ്യാം. മിനിറ്റ് ഞങ്ങളൊരു ബ്ലെൻഡറ്റിന്റെ ഒരു ബ്ലെൻഡർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്തോ ഒരു ഇത്. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിൽ പ്രദർശിപ്പിക്കും. പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇതാണോ നിങ്ങളുടെ ടൂണ? അതെ, താങ്കൾക്ക് വേണ്ടല്ലോ. ഞങ്ങൾ ഇന്നലെ കുറെ ഗ്രോസറി പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. ഇന്നലെയാണ് നമ്മളെല്ലാം ഫില്ല് ചെയ്തത്. ഇതാണ് നമ്മളെ ബ്ലെൻഡർ. ഇത് നമ്മൾ ഇന്നലെ അടിക്കാൻ നാരങ്ങ മിന്റ് ലൈം അടിക്കാൻ എഴുതിയതാണ്. പക്ഷെ നമുക്കത് ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഇതിലിട്ടതാ. പക്ഷെ ഇത് വാടിപ്പോയി. ഇവിടെ വെളിച്ചമില്ലാത്തത് എക്സ്ക്യൂസ് ചെയ്യണം, കാരണം വെളിച്ചില്ല, കുറച്ച് ഡള്ളായിട്ട് ഇരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ടൂണ കുറച്ചുള്ളൂ. യു സീ ദിസ്. എനിക്കിത് ഉദ്ഘാടനം ചെയ്യായിട്ട് എനിക്കിതെന്തോ ആവുന്നു കേട്ടോ. നമ്മുടെ ചപ്പാത്തി ഇതാ. ചപ്പാത്തി, ട്യൂണ ആൻഡ് പക്ഷെ ഇത് കാണിക്കണം. കട്ട് ഫ്രൂട്ട്സ് ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ വാങ്ങിയതാണിത്. എനിക്ക് എന്താണേലും മതി. ബ്രെഡ് കഴിക്കാം. ഫുൾ ഡള്ളായിട്ടിരിക്കുന്നത്. മോള് മാത്രം നിങ്ങൾ നന്നായിട്ടിരിക്കുന്നത്. എനിക്ക് അത് നമ്മള് ക്യാമറ പിടിക്കുന്ന ആൾക്കാർ ഫ്രണ്ടിലായതുകൊണ്ട് എനിക്ക് ഒന്നെന്തോ വെളിച്ചെന്തോ ആയിട്ടോണ്ടോ. അതിപ്പോ ഞാനാണ് ഇവിടെങ്കിലും എന്റെ മുഖത്തും ആ ഒരു ഡൾനെസ് കാണിയായിരുന്നു. പിന്നെ ക്യാമറ എന്നോട് പറയണ എന്താണ്ടൊക്കെ മുഖത്ത് കേൾക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് പോകുന്നത് നോക്കട്ടെ. ബാങ്ക് കൊടുത്ത് ഗൈസ്. കുറെ പേരെ നിസ്കരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞിട്ട് എന്തിട്ടാനാ? ഞാൻ നിസ്കരിക്കേ അതിനോവേ അമ്പലത്തിൽ പോകുന്നോണ്ട് ചെയ്തോട്ടെ അല്ലേ? അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റഫ്. ചിലപ്പോ എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് വെക്കണമെന്നുണ്ടാവില്ലായിരിക്കും മേ ബി അല്ലേ? പക്ഷെ ചിലർക്ക് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പേഴ്സണൽ. അതത്രേ ഉള്ളൂ. അത് ഇത് കാര്യം പോ അവിടുന്ന് പോ പട്ടിയാണ്ടാ. ഇത് കുറച്ച് നമ്മളായി പോയിരിക്കുന്നു അല്ലെ? നമ്മൾ അഭിനയിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണല്ലോ. ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് നിങ്ങളെ കാണിക്കുകയാണല്ലോ. എനിക്ക് ഇന്നലെ വാങ്ങിയ സാധനം ഒന്ന് എടുത്തരുമോ? അതെന്നാ? ശർക്കരപ്പേരില്ലേ? ശർക്കര വരട്ടി. നിങ്ങളെ നാട്ടില് നിങ്ങളെന്താ പറയാ? ശർക്കരപ്പേരി എന്നല്ലേ പറയാ? ഞാൻ ശർക്കരപ്പേരി. ഇവളെന്താ പറയാ? ശർക്കര വരട്ടി. ശർക്കര വരട്ടി പരട്ടി എന്നൊക്കെ പറയും. ഞാൻ ശർക്കരപ്പേരി. അതുപോലെ ഈ ആപത്ത് എന്നുള്ളതിന് ഞാൻ എന്നാണ് അറിയുന്നത്, ഇവര് ഫുള്ള് കുടുംബക്കാർ. ഇവരോ? ഹു ഇസ് ദാറ്റ് ഇവർ? ആഫത്ത് എന്നാണ് പറയുന്നത്. ആഫത്ത്. ഞാൻ കേട്ടപ്പോ വാട്ട് അങ്ങനെയായിപ്പോയി. ആക്ച്വലി ആഫത്ത് എന്ന് പറയുന്നത് എന്താ അങ്ങനെ പറയുന്നത്? അറബിയിൽ എന്തോ അങ്ങനെ ആണെന്ന് തോന്നുന്നു. അറബിയെ പറയുള്ളൂ. പാർക്കണ്ടേ ടീംസ് അതൊന്നും വെള്ളം കുടിച്ചെണീച്ചിട്ട്. ഓ, നമ്മൾ എണീക്കും വെള്ളം കുടിച്ചിരിക്കണം ഗൈസ്. വെള്ളം അല്ലെങ്കിൽ നമ്മുടെ മൂത്രത്തിന് ശങ്ക വരും. ഞങ്ങള് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഓവർ വെള്ളമൊന്നും കുടിക്കുന്ന ടീംസ് അല്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ 2 ബോട്ടിലൊക്കെ വാങ്ങി വെച്ചിരുന്നു. വെറുതെ ഒരു ഷോ, പട്ടി ഷോ. ഞാൻ കാണിച്ചു. ഇതാണ് നമ്മുടെ ബോട്ടിൽ. ഇത് ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഓഫീസിലുള്ളവർ ചോദിക്കുന്നത് നണ്ടാവാണോ എന്നാ ചോദിക്കുന്നത്. ബട്ട് ക്യൂട്ടാണ്. എന്താ 2 ലിറ്റർ അല്ലേ? 2 ലിറ്റർ വാട്ടർ ബോട്ടിൽ. നമ്മൾ ഇത് കുടിച്ചാൽ ഒരു ദിവസത്തേക്ക് ഉള്ളതാവും തോന്നുന്നു. ഇവിടെ റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വെള്ളം കുടിക്കാത്ത ആൾക്കാർക്ക് നല്ലതാ അല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആള് ഈ മണ്ടി വെള്ളം കുടിക്കൂല. പറയുന്ന ആള് രാവിലെ എണീച്ചപ്പോൾ വെള്ളം കുടിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടില്ല. അയ്യോ ഉമ്മ അന്നോണ്. ഞാൻ വെള്ളം കുടിക്കും. കുടിക്കായികൊന്നുമില്ല. ഞാനാണ്
ഇവിടെ വെള്ളം കുടിക്കല് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? വാങ്ങാം. ചീത്ത പറയണം. ഞാനൊരു കാര്യം പറയുമ്പോൾ താങ്കൾ ഇന്ററപ്റ്റ് ചെയ്യും. എന്താ ചേട്ടാ ഇങ്ങനെ കുടുംബത്തിലൊരു കുടുംബിനി ഇങ്ങനെ ചേട്ടന് വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ മൈൻഡ് ആക്കാതെ പോകുന്നു? ഇതാണ് കേട്ടോ ഞങ്ങള് വാങ്ങിയ റോൾ ഡോട്ട്സ്. ഇത് സത്യം പറയണേലും കൊള്ളൂല, ഭയങ്കര മൈദപ്പൊടിന്റെ ചോവ അല്ലേ. ഞങ്ങൾക്ക് തീരെ ഇഷ്ടമായില്ല ഈ റോൾ ഡോട്ട്സ്. ഞങ്ങൾ വാങ്ങട്ടെ നിങ്ങളുടെ റോൾ ഡോട്ട്സ്. നമ്മൾ 4 ബ്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മൾ പിന്നെ രാവിലെ കുറച്ച് എളുപ്പപ്പണി ചെയ്യാൻ നോക്കും. ഓ മൈ ഗോഡ്, മൈ ശർക്കരപ്പേരി. ഇതാണ് ശർക്കരപ്പേരി. അയ്യോ ഈച്ചപ്പട്ടി. ഈച്ചക്ക് എങ്ങനെ കയറുന്നേ? ഈച്ച എന്നോട് പെർമിഷൻ ചോദിച്ചായിരുന്നു നേരത്തെ, അപ്പൊ ഞാൻ കയറിക്കോ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്താണ്? രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡും ടൂണയും, അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഉണ്ട്. ഫ്രൂട്ട്സ്. പക്ഷെ അല്ലേ ഞങ്ങള് ടൂണ പലർക്കും എന്താ സാധനം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അത് ഒന്നുമല്ല, നമ്മളെ ഫിഷ്, ക്യാൻ ഫിഷ് അല്ലേ. ആ ക്യാൻ ഫിഷ് ആണ്. നമ്മളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിത് അറിഞ്ഞത് ഞങ്ങൾ സൗദിയിൽ നിൽക്കുമ്പോഴേ ഞങ്ങൾ ആ ഒരു ഫിഷ് യൂസ് ചെയ്യും, ടൂണ ഫിഷ്. അവിടെയൊക്കെ നമ്മൾ കുറെ വാങ്ങുമായിരുന്നു അല്ലേ, കുറെ വാങ്ങും. അപ്പൊ അങ്ങനെ മനസ്സിലായതാ. പിന്നെ ഞങ്ങൾക്ക് ആ ഒരു രീതി അറിയാം കുക്ക് ചെയ്യാൻ ഞങ്ങളും. പക്ഷെ അത് നാട്ടിൽ വന്നതിന് ശേഷം, അതായത് ഞങ്ങളൊക്കെ, ഞാൻ എൻ്റെ കാര്യം പറയാം, ഇവിടെ കാര്യമല്ല. എന്താന്ന് വെച്ചാല് നമ്മൾ നാട്ടിലോട്ട് വന്നതിന് ശേഷം 3 വർഷത്തെ ഈ ടൂണ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടാ അല്ലേ. നമ്മൾ ഒരുമിച്ച് ഇതിന് ശേഷമാണ് ഞാൻ കാണുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ശേഷമാണ്. അതിന് മുന്നേ ടൂണ കണ്ടിട്ടില്ല ഡപ്പയില്. അപ്പൊ ഉമ്മി ഉണ്ടാക്കും പറഞ്ഞു, സൗദിയിൽ നിന്ന് ഉണ്ടാക്കും. ഇവിടുന്ന് കണ്ടില്ലല്ലേ? ഇവിടുന്ന് ഞാനും കണ്ടില്ല. നാട്ടിൽ കിട്ടുന്ന എനിക്ക് പറഞ്ഞുകൂടായിരുന്നു കേട്ടോ. അത് ചിലത് അങ്ങനെയാണല്ലോ, നമ്മൾ നല്ല ആൾക്കാർ ഒരുമിക്കുമ്പോഴാണ് നമുക്ക് നല്ലതല്ലേ. ശരി. ഞാൻ ഈ ടൂണ ഉണ്ടാക്കുന്നത് ഞാൻ ഫുള്ള് ഇതിലോട്ട് ഇറങ്ങണം കേട്ടോ ബേബിയെ. നല്ല ടേസ്റ്റ്. ഒരു മിനിറ്റ്, സോറി. അപ്പൊ ഈ ടൂണ ഉണ്ടാക്കുന്നത് ഫുൾ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു ദിവസം ഇട്ടു കേട്ടോ. നമ്മളൊരു വീഡിയോ ഇത് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ. ബട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന കറക്റ്റ് കാണിച്ചില്ലല്ലോ. കാണിച്ചായിരുന്നു. ആണോ? അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിടത്തേക്ക് കാണിക്കും. നമ്മൾ ഷെഫിന്ന് ഇവിടെ മാസ്റ്റർ ഷെഫ് ആൻഡ് മേജർ ഷെഫ് ആൻഡ് ഹ്യൂജ് ആസ് ഷെഫ് അല്ല ഷെഫ് പറഞ്ഞിടത്തേക്ക്. നല്ല ടേസ്റ്റ് ശർക്കരപ്പേരി. ആണോ? ലാപ്ടോപ്പിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യട്ടെ. ഞാൻ എങ്ങനെ ടൂണ ഉണ്ടാക്കാന്ന് വെച്ചാല് ആദ്യം ഒരു ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ഷഡിയോ. ഡോണ്ട് ഇന്ററപ്റ്റ് മീ. ഓക്കെ, സോറി. അപ്പോൾ ആദ്യം ഒരു പാൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. കുറേ എണ്ണ ഒഴിക്കേണ്ട, കാരണം ആ ഒരു ക്യാനിൽ തന്നെ ഓയിൽ നല്ലോണം ഓയിലാണ് ആ ഒരു ഫിഷ് പ്രിസർവ് ചെയ്യുന്നത്. സോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു സവാള ഇടുക. സവാള എന്നൊന്നും ഞാൻ പറയൂല, ഒരു ടിന്നിന്റെയാണ് വേവ് പറയുന്നത് ഇപ്പോൾ അല്ലേ. ഒരു ടിന്നൊക്കെ ആണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ടിൻ മതി. പിന്നെ ഞങ്ങൾ രണ്ടാൾ കൂടുതൽ തിന്നാണ് 2 ടിൻ എടുക്കും. അപ്പോൾ ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്. ഉള്ളി ഇടുമ്പോൾ നിങ്ങൾ ഉപ്പിടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുക. അത്രേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. തക്കാളി, പച്ചമുളക് അതിട്ട് നല്ലോണം സോട്ട് ചെയ്യുക. നല്ലോണം അത് എന്തായി വരണം എന്നാ പറയാ, എന്ത് വഴറ്റണം. അതല്ല, ഒരു എന്താ പറയാ, ഇതാവൂലേ, ഉള്ളിയൊക്കെ വാടൂലേ. ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വാടി വരുമ്പോ നമ്മൾ എന്താക്കണം, അതായത് ബ്രൗൺ കളർ ആവരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടിയാല്. ബിരിയാണിയിലൊന്നും ഇടുന്ന പോലെ ബ്രൗൺ ആവരുത്, ബട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് നമ്മൾ അതിൽ ഈ ടൂണ ഫിഷ് ഇത് നല്ലോണം സോട്ട് ചെയ്യണം. ആ ടൂണ ഫിഷിൻ്റെ ആ ഒരു റോ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് മാറണം. അതുവരെ നമ്മൾ സോട്ട് ചെയ്ത് വറ്റിച്ചെടുക്കണം. അതിൽ തന്നെ ഓയിൽ ഉണ്ടാവും. ആ ക്യാനിലത്തെ ഓയിലും വറ്റിക്കുന്നതായിരിക്കും നല്ലത്, ബിക്കോസ് ഓയിൽ ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത് അല്ലേ. അതെ. അപ്പോൾ എൻ്റെ പ്രസംഗം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിഭവം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നേരത്ത് നമുക്ക് എപ്പോഴും ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഇട്ട് നമ്മൾ കാണുന്ന ഒരു സ്വഭാവമുണ്ട്. എപ്പോഴും ഇല്ല, ജോലിയുള്ള സമയത്ത് നടക്കലില്ല. ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് തിരക്കും കൂടുതലാണ് ഓഫീസിലും. അപ്പോൾ കഴുക് ഞാൻ കണ്ട്
ഓക്കേ, വെള്ളത്തിന് ചില കള്ളത്തരങ്ങൾ പിടിക്കും. അപ്പൊ നമ്മളൊരു സീരീസ് കണ്ടോണ്ടിരിക്കുകയാണ്, ലൈല അല്ലേ? ലൈല എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ഇന്നലെ ഞാൻ കണ്ടുറങ്ങിപ്പോയി, വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഉറങ്ങിപ്പോയെന്ന് വെച്ചാല് ഞങ്ങള് രാത്രി ലേറ്റ് ആയി. ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി, പിന്നെ അടുക്കി പെറുക്കി, പിന്നെ കുറച്ച് ക്രേവിങ്സ് കാര്യങ്ങൾ വന്നപ്പോ നല്ലോണം ലേറ്റ് ആയി. ഞങ്ങള് ഒരു മൂവിക്ക് പ്ലാൻ ചെയ്തു. കാരണം നമ്മൾ ഫോർ എ ലോങ് ടൈം നമ്മൾ മൂവിക്കൊന്നും പോയില്ലായിരുന്നു. അങ്ങനെ ഒരു മൂവിക്കൊക്കെ ഇതെന്തെങ്ങനെ ഇട്ടു, എന്തോ ബസ് പോലോട്ടൊക്കെ എടുക്കുന്നു, ഒരു കൈ ഇങ്ങനെ ഇട്ടോണ്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മള് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന മൂവിന്ന് കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അത് മുന്നേ തന്നെ ബിഗ് ബോസിൽ ഇവര് വന്നായിരുന്നല്ലോ, ഉർവശി വന്നപ്പോ അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോ നമുക്ക് കാണണമെന്ന് തോന്നിയായിരുന്നു. അപ്പൊ അത് നമ്മൾ ഇന്ന് കാണാൻ പോകും. ലുലുല പോണത് അല്ലേ? ഞാൻ എക്സൈറ്റഡാ. ഞങ്ങൾ മറ്റേ ആ ഗോൾഡ് നോക്കിയിരുന്നു. ആദ്യം ഗോൾഡ് പോയി, ഞങ്ങൾക്ക് സുഖം പിടിച്ച് പിന്നെയും ഗോൾഡ് നോക്കി. ലെക്സ് നോക്കി, പക്ഷെ ലെക്സ് എന്തായില്ല, കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളൊന്നുമില്ല, റിക്ലൈനർ എടുത്ത്. അപ്പൊ അങ്ങനെയാണ് പരിപാടി. അപ്പൊ ഇന്ന് അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെന്താണ്, പിന്നെ ഇന്ന് എന്തെങ്കിലും ഒന്ന് എന്താ പറയാ, എന്തെങ്കിലും ഒന്ന് മോത്തിറണം, എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് മോത്തിറണം. നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. ആകെ കിട്ടണ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, 2 ദിവസമാണ് നമ്മൾ പൊന്നും കൂടം പോലെ നോക്കും. ഈ 2 ദിവസം നമ്മള് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഫേസിൽ തന്നെ ഒരു ഷീറ്റ് ഇട്ടത് അല്ലേ? അല്ലാണ്ട് നമ്മൾ കുറേ ആയി ചെയ്തിട്ട്, ഇനിയിപ്പോൾ ചെയ്യണം. പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ്, എവിടെയാണെന്നൊക്കെ ഞങ്ങള് പറയാം. പക്ഷെ അത്രക്ക് വലിയ സീരിയസ് ഒന്നുമല്ല, ഒരു ചെറിയൊരു സ്മോൾ സാധനം. പക്ഷെ പറയാം, എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പം ഞങ്ങൾക്ക് പറയാം. കണ്ടാ ഇരിക്കണുണ്ട്, അത് അവന്റെ കൈയാണ്, വേറെ ഒന്നുമല്ല. കോഴിക്കാല് പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? ആള് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. ആള് രാവിലെ ഒരു മൂകതയിൽ ഇരിക്കുകയാണ്. കുർത്തക്കേട കാണിച്ചപ്പോ ഞങ്ങള് 2 ഒച്ച അങ്ങോട്ട് ഇട്ട്. അതിന് ശേഷം ആള് ഇങ്ങനെയാ. എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം എന്താ വെച്ചാല്, ഞാനെന്തിനാ ഇവിടെ നാന്നൊക്കെ പറയുന്നത്? ഐ ഡോണ്ട് നീഡ് യു. ഇന്റർവ്യൂ അല്ലാട്ടാ, കണ്ണിലിട്ട് ഞാൻ കുത്തുന്നേ. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ നാടൻ പൂച്ചയും പേർഷ്യൻ ക്യാറ്റ്സും ലൈക്ക് നിങ്ങളൊക്കെ കുറേ ആൾക്കാർ വളർത്തുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഫ്ലാറ്റൊക്കെ ഉള്ള ആൾക്കാർ വളർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ലൈക്ക് ഇവരെ ബിഹേവിയറൊക്കെ എങ്ങനെയാണ്? ലൈക്ക് നമ്മൾ എന്താ പറയുക, ഇവിടെയുള്ള എല്ലാ സാധനവും വലിച്ചിടുകയും മാന്തി പറിക്കുകയും അങ്ങനെ ഭയങ്കര വികൃതിയാണ്. ലൈക്ക് നമ്മൾ ലിയോനെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്നിങ്ങനെ ഒച്ചെടുത്താലും അപ്പം ആൾക്ക് മനസ്സിലായി, ആളെ ഓടിക്കളയും. പക്ഷെ ഇവനങ്ങനെയല്ല, നമ്മളൊന്ന് ചെറുങ്ങനെ ഒച്ചെടുത്താൽ ഇവനപ്പം ഡിപ്രസ്ഡ് ആവും. അപ്പം തന്നെ കൂട്ടിൽ കയറി കിടക്കും, ഫുഡൊന്നും കഴിക്കൂല. ഭയങ്കര വികൃതിയാണ് എല്ലായിടത്തും. നമ്മളെ കിച്ചണിലൊക്കെ കയറിയിട്ട് സാധനങ്ങളൊക്കെ വലിച്ച് താഴെയിടും. ലൈക്ക് ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുന്നു. ആൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്തിനാ അവനെ വഴക്ക് പറയുന്നത്. എന്നിട്ട് അപ്പ ഒന്ന് പിണങ്ങി കിടന്നുകൊണ്ട് പിന്നെ അത് തന്നെ ചെയ്യണം ആള്. അപ്പൊ നിങ്ങൾ ഫ്ലാറ്റിൽ വളർത്തുന്നുണ്ട് നാടൻ പൂച്ചകളെങ്കിൽ എന്താണ് നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഇതാണോ എന്നൊന്ന് പറയണം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോന്ന് പറയാം. ലിയോ ആള് ഡീസന്റ് ആണ്. അവൻ എന്താ പറയാ, കുരുത്തക്കേട് ചെറുപ്പത്തിലുണ്ടായിരുന്നെങ്കിൽ ഇത്ര ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ചെറുപ്പത്തിലെ കുരുത്തക്കേടാണെങ്കിൽ ലിയോനെ ചെറുപ്പത്തിലൊന്ന് ഒച്ചെടുക്കുമ്പോൾ മനസ്സിലാവാ ഇതെനിക്ക് ചെയ്യാൻ പാടില്ല, അതവന് മനസ്സിലാവുമായിരുന്നു. ഇത് ടേബിൾ ടോപ്പ് കയറുക, കിച്ചൺ ടോപ്പ് കയറുക, എല്ലാം വലിച്ചതാക്കി ഇടുക. ഞങ്ങള് കഴിഞ്ഞ ദിവസം പുറത്തേ വന്നപ്പോഴാണ് കാസറോള് താഴ്ത്തെടുക്കുന്നത്, ക്യാൻ താഴ്ത്തെടുക്കുന്നത്. നമ്മളുടെ ഓപ്പൺ കിച്ചൺ ആണ്, സോ ഇവർക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവനാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ടേബിൾ ടോപ്പ് മേലെ കയറിയിട്ട് സാധനങ്ങളൊക്കെ വലിച്ചിരുന്നത്. എന്ത് കാരണത്തിനാ കയറുന്നത് അറിഞ്ഞുകൂടാ. മേ ബി എന്തെങ്കിലും പ്രാണിയോ കാര്യങ്ങളോ. ഞങ്ങൾ അങ്ങനെ ബാൽക്കണി ഒന്നും തുറന്നിടാറില്ല. പ്രാണിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ലെങ്കിലും കൂടിയിട്ട് ഇവൻ എന്താക്കും കയറും. ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും ചില സമയം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? ഇപ്പൊ നമ്മളുടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ നേരം മൂവി കണ്ടിരുന്നല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് ആണ്. എന്നിട്ട് ഇതൊന്ന് വേസ്റ്റ് യു ലീവ് മീ, ഐ വോണ്ട് ലീവ് യു. അപ്പൊ നമ്മളെ ബ്ലഞ്ചറ്റിൽ നമ്മൾ അടിക്കാൻ. Oh my god, I'm so excited.
ഇത് നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ. ഇത് എന്താ USB ചാർജിങ് ആണ്. നോക്കാം ഇതെങ്ങനെ അടിയുന്നത്. ഇന്നലെ അടിഞ്ഞില്ല. ഇന്നലെ ഞാൻ നാരങ്ങ അടിക്കാൻ വേണ്ടി എടുത്തത് ചമ്മിപ്പോയി, ചാർജ് തീർന്നു പോയി. എൻ്റെ മുടി എന്തെങ്ങനെ ബാക്കിൽ ഐ ഡോണ്ട് നോ. അപ്പം നമ്മൾ മാങ്ങ ഇട്ടോ. ഇത് ഒരാൾക്കുള്ള ജ്യൂസാണ് ഇതിലടിക്കാം. പിയാൽ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഉച്ചക്ക് എന്ത് ഉണ്ടാക്കും എന്നുള്ളൊരു ചോറ് ഞാനൊരു മൂടില്ല. ഞാൻ മറ്റേ കോക്കോ പൗഡർ വെച്ചിട്ടൊരു സാധനം കണ്ട, അത് പിന്നെ മറന്നുപോയി. അത് എവിടെയാ എന്ത് ഒരു തിന്നണ സാധനം. മാറിക്ക് ഓ, നമുക്ക് നല്ലോണം ക്ലോസ് ചെയ്യാം. കാണുന്നോ? അടുത്തുണ്ടോ? ഇങ്ങോട്ടുണ്ടോ? അടിയുന്നുണ്ട്. പെട്ടെന്ന് അടിഞ്ഞല്ലേ? നിന്ന് അത് ലൈക്ക് ഓട്ടോമാറ്റിക് നിന്ന് ലൈക്ക് മേ ബി അടിഞ്ഞിട്ടുണ്ടാവും. നോക്കട്ടോ. ഫുള്ളി അടിഞ്ഞാൽ മാത്രമേ നിൽക്കും തോന്നുന്നുണ്ട്. ഞാൻ ഇവിടെ വായിച്ചിരുന്നു. സ്പൂൺ വേണോ? കുടിച്ചോക്ക്. അടിഞ്ഞാ? മുഖം വാടിയിരിക്കണ. അത് പഞ്ചസാര കലങ്ങിയില്ല. കുറച്ചുകൂടി അടിക്കാം. ഇത് പാലൊഴിക്കുമ്പോ ഇപ്പൊ 2 പേർക്കുള്ളതല്ല. എന്നാ ആ മാങ്ങ കൂടെ അങ്ങ് ഇട്ടൂടെ നോക്ക്. തിക്കായിട്ട് വരട്ടെ. കൊറേ ആവും അല്ലേ? ഫില്ല് ചെയ്തിട്ടായിരുന്നു. ഇങ്ങോട്ട് വാ. ഞങ്ങളുടെ കുഞ്ഞി ഓക്കെ. എങ്ങനെയുണ്ട്? കുടിച്ചോക്ക്. നോക്കിയോ പിടിക്കട്ടോ. ഇത്ര പഞ്ചസാര വേണ്ടായിരുന്നു. പഞ്ചസാര ഇത്തിരി കൂടി പോയിട്ടോ. നല്ല തിക്കായിട്ട് വന്ന്. മാങ്ങ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഇങ്ങനെ എന്താ ഒരു ഗ്ലാസിന്റെ ഒരു ഭരണി പോലത്തെ ജാറൂടെ വാങ്ങിയാൽ ഇങ്ങനെ അടിച്ച് വെക്കാന്നല്ലേ? നമുക്ക് ഇതിൽ തന്നെ കുടിക്കാട്ടാ. സൂക്ഷിച്ച് കുടിച്ചില്ലല്ലോ. ഇത് അടച്ചു വെക്കാനായിട്ട് വേറൊരു ഇതുകൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ സിപ്പ് ചെയ്ത് തുറക്കാണ്ട് കുടിക്കുന്ന സാധനം. വെരി നൈസ് പ്രോഡക്റ്റ്. വി റിയലി ലവ്ഡ് ഇറ്റ്. നമ്മൾ ആക്ച്വലി മിക്സറിൽ അടിക്കുമ്പം അതിൽ ഓവർ അടിയൊന്നുമില്ല. അടിയും ബട്ട് ഗ്ലാസ് എടുക്കണം, അടിയൊക്കെ ചെയ്യും. പക്ഷെ ഇത് പോർട്ടബിൾ ആണ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്ന് മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാ. റിയലി നൈസ്. ടേസ്റ്റ് അല്ലേ? ഈസിയുമാണ്. നമ്മളിപ്പോ എവിടെ പോവാണെങ്കിൽ നമുക്ക് അടിച്ചോണ്ട് അല്ല എടുത്തോണ്ട് പോവാം. ഗ്രേറ്റ്. ഇതൂടെ അടിക്കണ്ടേനെ? ശരിയാണല്ലോ. ഞാനിനി ഇതിടൂല, പഞ്ചസാര ഇടൂല. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ ഇഷ്ടം. നമ്മള് രാത്രി എന്തുണ്ടാക്കും? ഇടിയപ്പം ഉണ്ടാക്കിയല്ലേ രാത്രി? എന്ത് ഇടിയപ്പം? ഇതുണ്ട്, തേങ്ങാപ്പാലും വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുണ്ടാക്കാം. ഇടിയപ്പം തേങ്ങാപ്പാലും ഉണ്ടാക്കാം. ബീട്രൂട്ട് തോരൻ തേങ്ങ ഇട്ട് വെക്കട്ടെ. ബീട്രൂട്ട് തോരൻ തേങ്ങ ഇട്ട് വെക്കട്ടെ. ബീട്രൂട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നാളത്തേക്ക് എടുക്കാം, ഉച്ചക്കത്തേക്ക്. നമ്മള് ചില നേരത്ത് നമ്മള് തലേ ദിവസം ഉണ്ടാക്കി വെക്കും. അടുത്ത ദിവസം നമുക്ക് പണിയാണെങ്കിൽ ചോറ് പിന്നെ എളുപ്പം. പൊട്ടിക്കാത്തല്ല പാലുണ്ടാ? മറിക്ക് ഞാൻ ഇതാക്കാം. അയ്യോ, അങ്ങനൊന്നും പൊട്ടിക്കല്ലേ. അങ്ങനെ പൊട്ടിക്കാനുള്ള ആവതും കൂടി ഇല്ല. നമുക്ക് നലക്കാനുണ്ട്. വാട്ട്? നിങ്ങൾ പൊട്ടിച്ചു തരൂ.
ഇങ്ങോട്ടന്ന് എന്തിയെ ആ ബനിയെന്താ കമരും സത്യം അല്ലെങ്കിൽ ചിരിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ശക്തി ഉണ്ടായിരുന്നു ഷഡ്ഡി ഉണ്ടായിരുന്നു ഓട്ട വീണത്. പ്ലീസ് ചിരിപ്പിക്കല്ലേ. ഇല്ല ആ ഇത് വെച്ചിരിക്കുന്നേ ഇവിടെ ഞാൻ തുറന്നുതരാം. നീ തുറന്നോ, ഇനിയിപ്പോ അതിന് വഴക്കുണ്ടാവണ്ടല്ലോ. തുറക്ക് അപ്പി പോവും. ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ട് എനിക്കാണ് ശക്തി ശക്തി വീട്ടില്. ഓക്കെ ഈച്ചയുണ്ട് പുറത്ത് വെക്കണം. നമുക്ക് ഈ വേസ്റ്റ് ഒക്കെ എടുത്ത് കളയപ്പോ തന്നെ. ആ വേസ്റ്റ് എടുത്ത് പുറത്ത് വെക്കോ? പുറത്തെടുത്ത് വെക്കണം. എന്തിനാ? പ്ലാസ്റ്റിക് എടുക്കൂലല്ല. പ്ലാസ്റ്റിക് വേസ്റ്റ് അത് വെക്കാം. നമ്മൾ യൂഷ്വലി വേസ്റ്റ് എടുത്ത് പുറത്ത് വെക്കും. അത് ചേച്ചിമാർ കൊണ്ടുപോകല്ല. എന്ന് ചേച്ചിമാർക്ക് ഓഫാണ്. ഓക്കെ കുറച്ചുകൂടെ അടിക്കണ്ടേ? ഇല്ല, മാങ്ങ കുറവായിരുന്നു. ആവൂല. അല്ല, അത് ഓൾറെഡി ഇന്നലെ വെള്ളമായിരുന്നു. ശരിയാട്ടോ, ഈ മാങ്ങക്ക് നല്ല മധുരം ഉണ്ട്. അതിൽ എക്സ്ട്രാ മധുരം ആഡ് ചെയ്തപ്പോ ഭയങ്കര ഷുഗറി ഫീൽ ചെയ്ത്. ഇപ്പോഴാണ് അടിപൊളി. മഹാരാജാവ് ചക്കര മുത്ത പണ്ട് കുട്ടുന്ന മറ്റേ ആള് ദേ ഇവിടെ കുണ്ടിതപ്പെട്ട് കിടക്കും. നമുക്ക് പിന്നെ ഇന്ന് കുറേ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ മെഷീനിൽ ആ പണി നടക്കാണ്. നിങ്ങൾ അറ്റത്തൊരു പച്ച സാധനം കാണും, അതിൻ്റെ പേരാണ് സ്റ്റിക്കി പോസ്. വലിയ ഉപകാരമൊന്നുമില്ല. ഇവരുടെ മുടിയാണത്, ലിയോൻ്റെ ഡിറ്റുവിൻ്റെ. ഇപ്പം ആ കാണിച്ച സ്റ്റിക്കി പോസ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ചെയ്ത സാധനം പാക്കറ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ മെഷീനിൽ ഇട്ടാൽ ഈ ഇവരുടെ രോമങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ പാൻറ്റും ഉണ്ട്, ഇവളുടെ ടോപ്പിൻ്റെ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് കാണുന്നത്. സ്റ്റുപ്പിഡ് ഗേൾ. അപ്പം ഇത് മെഷീനിലിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിലിട്ടാൽ ഇതുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ ഇത് മെഷീനിലിട്ടിട്ട് നമുക്ക് ചേഞ്ച് ഒന്നും തോന്നുന്നില്ല അല്ലേ? അതിന് പകരം ഇതും ഒരു പശയുണ്ട്, അത്ര ഒരു ഗ്ലൂ ഉണ്ട്. അതിന് വരെ ഇത് പുറത്ത് കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തും ഡ്രസ്സും എവിടെയാണെങ്കിലും സോഫയമൊക്കെ ഉള്ള രോമത് മുട്ടിപ്പിടിക്കും. അങ്ങനെയാണ് ഇതിന്റെ യൂസ് ഇപ്പം ഞങ്ങൾ കണ്ടുപിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യാനും പറ്റുന്നാ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറ്റിയിട്ടില്ല. അതിന്റെ ഗ്ലൂ ഒട്ടുന്നില്ല. ആ വെള്ളം അതിൽ വരുന്ന ആ ഒട്ടിക്കിടക്കുന്ന മുടിയും കൂടി അതിലേക്കാവും. പിന്നെ ഇതെങ്ങനെയാണ് അവരതിൽ പരസ്യം കാണിച്ചേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഫുഡ് കുടിച്ചോക്ക്. ദിസ് ഈസ് സോ ഗുഡ്. അൽഫാമും ബീഫാമും എന്താ അതിൻ്റെ ഒന്നും ഗുണോത്ര അങ്ങനെ പോകില്ല. നിങ്ങൾ ഏത് പാലാ യൂസ് ചെയ്യല്? ഞങ്ങളിതൊന്നല്ല കേട്ടോ, വെറുതെ പറഞ്ഞു. എന്തോ കാര്യമായ തകരാറുണ്ട്. കുടിച്ചാ? ഞാൻ കുടിച്ച്. സത്യം പറയാലോ, എനിക്ക് ചോറുണ്ടാക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഉണ്ടാക്കാൻ തോന്നുന്നില്ല, എന്നാൽ തിന്നാൻ തോന്നുന്നില്ല. തിന്നാൻ തോന്നുന്നില്ല. എനിക്കും ചോറ് തിന്നാൻ തോന്നുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നു ബേബിക്കാ. ഇനി ഒന്ന് തണുപ്പിൻ്റെ ആണെന്ന്. അയ്യടി ഉറങ്ങാം. 5 മണിക്ക് ലൈവ് ഉണ്ട്. 5 മണിക്ക് എണീച്ചാ പോരെ? മതി. അവിടെ നമ്മളിന്ന് ഉച്ചക്കൊന്നും ഉണ്ടാക്കുന്നില്ല അല്ലേ? രാത്രി ഇടിയപ്പം നമുക്ക് തേങ്ങാപ്പാലും ഉണ്ടാക്കാം. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നോക്കണം. ഞങ്ങൾ ഫ്രൂട്ട്സ് ഒരു എന്താ ഇത് ചെയ്യും, എന്തെന്നാ ഗ്രീക്ക് യോഗട്ട് ഇട്ടുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് നല്ല ടേസ്റ്റാണ്. മാരൊക്കെ പോതാ വിളിച്ച് ഞങ്ങളുടെ ലൈവ് കഴിഞ്ഞ് ഇപ്പം 5
ആറേകാലായി അപ്പൊ എന്ന് 7:45 ഷോ. അപ്പൊ നമ്മൾ റെഡി ആവണം, ഫോണൊക്കെ ചാർജിലൊക്കെ ആക്കി. ഇവിടെ ഒരാള് അവിടെ പോയിട്ട് ഇന്ന് ഉച്ചക്ക് ചോറ് തിന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് പിന്നെയാണ് അത് അവിടെ പോയത് നാച്ചോസ് ഒക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ്. ഡിഫെയിം അല്ല, ഡിഫെയിമേഷൻ അല്ലേ, ഡിഫെയിം ഒക്കെ ഉണ്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വയറ് കാലിയാക്കിയിട്ടാണ് നമ്മൾ ലുലുവിൽ പോകാൻ പോണത്. ഇപ്പൊ അവിടെ പോയിട്ട് നാച്ചോസ് കേളാവും. അപ്പോൾ ഉള്ളവർക്ക് കാണാൻ പോവാണ്. കുറച്ച് പേര് ഞങ്ങളിപ്പോൾ ലൈവിലുള്ള കുറച്ച് പേര് നല്ല നല്ല രസമില്ല എന്നൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് രസമുള്ളതായിട്ട് തോന്നിയായിരുന്നു. ഇനി വയസ്സ് കണ്ടു നോക്കിയിട്ട് ഇനി നമ്മൾ പറയല്ലേ. അപ്പൊ നമുക്കിനി റെഡി ആവാം. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇനി എന്നെ കാണുന്നില്ല. അപ്പോൾ ഇനി ഞങ്ങൾ പോയിട്ട് റെഡി ആവട്ടെ. ഇവിടെ ഒരാൾ പുറകിൽ നിന്ന് ഡിസ്കോ ഡാൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോയി ഫ്രഷ് ആയിട്ട് റെഡി ആവണം. അപ്പൊ നമുക്ക് റെഡി ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ടോ. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേ കാണിച്ചു തരാം. കം ഹിയർ. ഇവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചെല്ലാം തോന്നിട്ടോ. പയറൊക്കെ ഉള്ളിലിടും. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും എന്താ ഈ പനിയാണ്. ദിസ് ഇസ് സോ കംഫർട്ടബിൾ. ഞാൻ ഇങ്ങനത്തെ കുറേ എണ്ണം വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട് ടു മൈ പാർട്ട്ണർ. എന്താ ഈ പെട്ടമ്പോൾ ഇട്ടോണ്ട് എടുക്കാം കേട്ടോ. ദിസ് ഇസ് സോ ഗുഡ് ഫോർ ഹെർ. സോ ഞാൻ ഓൾറെഡി ഓക്കെ. അപ്പൊ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പോയി മൂവിയൊക്കെ കണ്ട് തിരിച്ചെത്തിയല്ലേ. നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പ്രധാന വാർത്തകൾ. ഇന്ന് ഞങ്ങൾ മൂവി കാണാൻ പോയി തിരിച്ചെത്തിട്ടാ. എന്താടി മുത്തേ അങ്ങനെ നമ്മൾ എത്തി എന്തൊക്കെ കഴിച്ച്. അയ്യോ ഞാൻ ഇപ്പൊ 2 മാസം ഗർഭിണിയായി. ഈ കാക്കു എന്നെ ഗർഭിണിയാക്കി തീറ്റ വാങ്ങി തന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് കൊറേ ഫുഡ് വാങ്ങിയത് ഓവർലോഡ് ആയി പോയി. നമ്മള് ക്യാപുച്ചിനോ വാങ്ങി, പിന്നെ ബബിൾ ടീ വാങ്ങി, ബബിൾ കോഫി, ചോക്കോ വാങ്ങി, പിന്നെ ഒരു പാസ്ത വാങ്ങി, ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പോപ്കോൺ വാങ്ങി. ഇത്രയും വാങ്ങി നമ്മള് കഴിച്ച് നമുക്ക് ആ ഉറക്കമൊക്കെ വന്നു. ഒന്നാമത് മൂവി ഭയങ്കര സാഡ് മൂവി ആയിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് ആകെ എനിക്ക് ഉറക്കൊന്നും വന്നില്ല. ലൈക്ക് ആ ഫുഡ് അത്രയും ഫുഡ് കഴിച്ച് തന്നെയാണ് ഉറക്കം വന്നത്. മൂവിയുടെ എല്ലാം ഉറക്കം വന്നത്. ഡോണ്ട് സ്പ്രെഡ് മിസ്കൺസെപ്ഷൻസ് യു സ്റ്റുപ്പിഡ് ഫെല്ലോ. ഇല്ല മൂവിന്റെ അല്ല കേട്ടോ. മൂവിന്റെ അല്ല, മൂവി നല്ലതായിരുന്നു. മൂവി കാണാത്തരണ്ടെ പോയി കാണാൻ നല്ലതാണ്. പ്രത്യേകിച്ച് പാരന്റ്സ് പോയി കാണാൻ നന്നായിരിക്കും. ന്യൂ ജെൻ പാരന്റ്സ് ആണെങ്കിലും ഓൾഡ് ജെൻ ആരാണെങ്കിലും കണ്ടാൽ നല്ലതായിരിക്കും. നല്ലൊരു മൂവിയാണ് അല്ലേ. നല്ല മൂവിയാണ്. നമ്മള് മൂവിയുടെ സാധനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പോയിലർ ഒന്നും തരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ രാത്രി ഇടിയപ്പം ഉണ്ടാക്കാന്നറിഞ്ഞല്ലോ പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള ആവതില്ല. ഒന്നും കൊള്ളില്ല. കുഞ്ഞുവാവ ഫുള്ളാണ്. വയറ് നല്ല ഫുള്ളായി. ഞാനൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഉറങ്ങി വീണ് പോവാനായിരുന്നു. ഇപ്പൊ സെറ്റായി. ഇനിയിപ്പോ ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് ഫ്രഷ് ആവണം, എന്നിട്ട് കിടന്നുറങ്ങണതാണ് ഇന്നത്തെ പരിപാടി. നാളെ ഇനി ഒരു വീഡിയോ കൂടെ എടുക്കാനല്ലേ. ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കുറച്ച് പരിപാടികൾ തീർക്കാനുണ്ട്, അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ച് എനിക്ക് ബോറായിരിക്കും അല്ലേ. നമ്മള് വെറുതെ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യത്രേ ഉള്ളൂ, വേറെ പരിപാടി ഒന്നുമില്ല. നമ്മളല്ല, ഇതാണ് എഡിറ്റിംഗിന്റെ ആശാത്തിയല്ല. ഫുൾ ക്രെഡിറ്റ്സ് ഗോ ടു മൈ ബേബി. ഇനി നമ്മൾ ക്രെഡിറ്റ്സ് എല്ലാം തിരിച്ച് ഇങ്ങോട്ട് ഇടാൻ പോവുകയാണ്. വൈകാണ്ട് ഇവിടെ അണ്ടർ പ്രോസസ് ആണല്ലേ. എല്ലോ എന്റെ തലയിലോ. നമ്മളിനി ഫുൾ എഡിറ്ററായിട്ട് മാറാൻ പോവുക. ഇവിടെ ലിയോ നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നടുക്ക് തന്നെ ഫുള്ള് വന്ന് കിടപ്പുണ്ട്. കണ്ടാ, ഇതിൽ പറ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. മൈക്കുമേക്ക് കൈയൊക്കെ അതെ. നമ്മുടെ ഇടയ്ക്ക് സ്റ്റോറേജ് ഇതായിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ താത്ത? നല്ല ടയർഡാണ്. എഡിറ്റ് ചെയ്യണം എന്നാലും അല്ലേ. ലൈക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ടയർഡാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്
കള്ളി. ആ ഓക്കെ, അപ്പൊ നമ്മൾ മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യാ, നിങ്ങൾ അടിച്ചു കയറി ഇങ്ങോട്ട് വാ. പിന്നെ എല്ലാ സൺഡേസും മിക്ക സൺഡേസും നമ്മൾ യൂട്യൂബിൽ ലൈവ് ഉണ്ടാവും കേട്ടോ. അത് ഇപ്പോഴേ പറഞ്ഞേക്കാം. കുറച്ച് പേരൊന്നും കയറാൻ പറ്റില്ല, എന്നാൽ സൺഡേ ആണ്, കുറച്ച് പേരൊന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത് അല്ലേ. അടിച്ചു കയറി വാ മക്കള്. തള്ളച്ചി ക്രിഞ്ചടിപ്പിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ, പോയി കിടന്ന് ഉറങ്ങ്. ഗുഡ് നൈറ്റ്.